ഏതാണ് ആ ഗന്ധം? തന്റെ പിഞ്ചുമക്കളുടെ, ചോരയിൽ പിറന്ന മക്കളുടെ വെന്തുരുകുന്ന മാംസത്തിന്റെ ഗന്ധം അനുഭവിച്ച ഉമ്മയാണത്. ആ ഉമ്മയും ആ വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ പരിമളം നൽകി ആ മഹദിയെ അല്ലാഹു അനുഗ്രഹിക്കുകയും ആ പൊന്നുമോൾ മാഷിത റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയെ സ്വർഗലോകത്ത് വെച്ച് കാണാനുള്ള, അനുഭവിക്കാനുള്ള, മഹദി റളിയല്ലാഹു അൻഹയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു മിഅ്റാജിന്റെ രാവിൽ ഒരുക്കി കൊടുത്തിരിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ചെയ്ത ഒരു ത്യാഗം, എത്ര വലിയ ത്യാഗമാണത്! ولا تحسبن الذين قتلوا في سبيل الله امواتا. അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു വീഴുന്നവർ മരിച്ചവരാണ് എന്ന് വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് അല്ലാഹു ഭക്ഷണം നൽകുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കണ്ട് സന്തോഷിക്കുന്നവരാണവർ. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, തങ്ങളുടെ കൂടെ ഇതുവരെ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകളോട് അവർ പറയുന്നുണ്ട്, അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി സഹിച്ചവരല്ലോ, ഞങ്ങൾ അനുഭവിക്കുന്ന ആ സുഖം, സ്വർഗലോകത്തെ അനുഗ്രഹം നിങ്ങൾക്കും അനുഭവിക്കാൻ അല്ലാഹു അവസരം നൽകിയെങ്കിലെന്ന് തങ്ങളുടെ പിറകിലുള്ളവർക്ക് വേണ്ടി ആശിക്കുന്നവരാണവർ. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المحسنين. സ്വർഗലോകത്തേക്കാണ് മാഷിത ബീവി റളിയല്ലാഹു അൻഹ പോയത്. നാവുകൊണ്ട് കളവ് പറയാത്ത സ്വാദിഖും മസ്ദൂഖുമായ അൽ അമീനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്ന ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളായ ഏതെങ്കിലും ഒരു പെണ്ണ് ഇത്വലഅത് ഇലാ അഹ്ലിൽ അർളി, ഭൂമിയിലുള്ളവരിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ, സ്വർഗത്തിൽ കടന്ന ഒരു പെണ്ണ്, സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യമുണ്ടായ ഒരു പെണ്ണ് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ആകാശഭൂമികൾക്കിടയിൽ പ്രകാശം നിറക്കാനും ഈ ഭൂമിയാകെ സുഗന്ധം പരത്താനും സ്വർഗവാസിനിയായ ഒരു പെണ്ണ് തന്നെ മതി. സ്വർഗവാസിനിയായ പെണ്ണിനും ഒരു തട്ടമുണ്ട്. ആ പെണ്ണിന്റെ ശിരോവസ്ത്രം ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗവാസിനികളിലേക്ക് പോയി മാഷിത റളിയല്ലാഹു അൻഹ. ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മൻ ദഖലൽ ജന്നഹ യൻഅമു ലാ യബ്അസ്, സ്വർഗത്തിലേക്ക് കടന്നവർക്ക് വിഷമമില്ലല്ലോ, സ്വർഗം കടന്നവർക്ക് സമാധാനമല്ലേ ഉള്ളൂ. ലാ തബിലാ സിയാബുഹു, സ്വർഗത്തിലെ വസ്ത്രം മുഷിഞ്ഞു പോകുന്നവയല്ല. വലഹു ഫിൽ ജന്നതി മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത് സ്വർഗലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ആലോചിക്കാൻ പോലും കഴിയാത്തത് സ്വർഗലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ആരാണത് കൊണ്ടുപോയത്? ആരാണതൊക്കെ അനുഭവിക്കുന്നത്? മൻ ദഖല ഇലൽ ജന്നതി നസിയ അദാബദ് ദുനിയാ, ദുനിയാവിലെ സർവമാന പരീക്ഷണങ്ങളും സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ മറന്നുപോകും, ഒന്നും ഓർമ്മ വരില്ല. ആ രീതിയിൽ അല്ലാഹുവേ നിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി ജീവിച്ചു പോയ മഹദിമാർ എത്രയാണ്. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിച്ച അതേ കൊട്ടാരത്തിൽ എത്രയും വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്ന വേറെ ഒരു മഹദിയുമുണ്ട്, മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ. ശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചും പറഞ്ഞു. സൂറത്തു തഹരീമിലെ അവസാനത്തെ ആയത്ത്, وضرب الله مثلا للذين آمنوا امرأة فرعون إذ
قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്താണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ضربallahu مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സത്യവിശ്വാസികളുടെ ഉദാഹരണം രണ്ട് സ്ത്രീകളാണ്. അവിശ്വാസികളുടെ ഉദാഹരണങ്ങളും രണ്ട് പെണ്ണുങ്ങൾ തന്നെ. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാർ. അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള മാതൃകകളാണ്. വിശ്വാസികളുടെ മാതൃക ആരാണെന്നറിയോ? സൂറത്തു തഹരീമിന്റെ അവസാനത്തെ ആയത്ത് വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അല്ലാഹു തആല സത്യവിശ്വാസികളുടെ ഉദാഹരണമായി വെച്ചത് സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും. നോക്കണം, ഉദാഹരണം വെച്ചത് പുരുഷരെയല്ല, സ്ത്രീകളാണ്. ഈമാനിലും മുന്നേറിയത് അവരാണ്, ജീവിച്ചവരാണ്, അവർ ചാരിത്രശുദ്ധിയുണ്ടായവരാണ്. أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അല്ലാഹുവേ, വ്യഭിചാരം ചെയ്യാതെ ജീവിച്ച മഹദിയാണല്ലോ മറിയം. ومريم ابنة عمران التي أحسنت فرجها. ഒരു ടീനേജുകാരിയായി ജീവിച്ചപ്പോ 20 വയസ്സിൽ താഴെ പ്രായമുണ്ടാകുന്ന സമയം ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമക്കുന്നത് 17 വയസ്സിലോ 14-ലാണെന്നും അഭിപ്രായമുണ്ട് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ. ആ സമയത്ത് അഹ്സനത് ഫർജഹാ, അതും അതിന്റെ മുമ്പും ശേഷവും ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവർ, ജനനേന്ദ്രിയം സൂക്ഷിച്ചവർ, ചാരിത്ര ശുദ്ധിയുണ്ടായിരുന്നവർ. മറിയം ബീവിയിലെ സംശുദ്ധി കണ്ടപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ആത്മാവ് സന്നിവേശിപ്പിച്ചു മറിയം ബീവിയിലേക്ക്. അങ്ങനെ she conceived Jesus. ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്നു. ശാരീരികമായ ഒരു ബന്ധമില്ലാതെ, ഒരു ഫിസിക്കൽ മെയിൽ പാർട്ട്ണർ ഇല്ലാതെ മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹാ, മഹാനായ ഒരു പ്രവാചകന്, അന്ത്യ റസൂൽ വരുന്നുവെന്ന് ലോകത്തെ പറഞ്ഞറിയിക്കാൻ വന്ന ഒരു ദൂതന് ഉമ്മയായി തന്റെ അല്ലാഹുവിന്റെ വചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വകാനത് മിനൽ ഖാനിതീൻ. അതുമാത്രമല്ല, അവർ അല്ലാഹുവിനെ അത്രക്ക് ഇബാദത്ത് ചെയ്ത് ജീവിച്ചവരായിരുന്നുവല്ലോ. അത്രക്ക് ഇബാദത്ത് ചെയ്തവർ. അങ്ങനത്തെ ഒരു മഹദിയായ മറിയം ബീവിയും ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന് പടിയിറങ്ങേണ്ടി വരികയും ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത ആസിയ ബീവിയും സത്യവിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, മുസ്ലിമായി ജീവിക്കാൻ എന്ത് പ്രയാസം സംഭവിച്ചാലും, കൂടെയുള്ള ആളുകളൊന്ന് കളിയാക്കി ചിരിച്ചാലും, നാട്ടുകാരെ പരിഹസിച്ചാലും, ഒരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോ സർവ പെൺകുട്ടികളും തലയിൽ തട്ടമിടാതെ ഹിജാബ് ധരിക്കാതെ നടക്കുമ്പോ, അതിന്റെ ഇടയിൽ ഹിജാബോടുകൂടെ നടക്കുമ്പോ കുത്തുവാക്കുകൾ വന്നേക്കും. അതൊന്നും പ്രശ്നമാക്കല്ലേ മോളെ. അള്ളാഹുവിന് വേണ്ടി ഇതിലും വലുത് സഹിച്ച 2 മഹദികളെ ഞാൻ പറഞ്ഞു തരട്ടെ. ആ മഹദികളാണെന്ന് ആസിയ ബീവിയും മഹദി മറിയം റളിയല്ലാഹു തആല അൻഹയും. ഇവരാണ് സത്യവിശ്വാസിനികളുടെ മാതൃകകൾ.
വകാനത് മിനൽ ഖാനിതീൻ, അവർ നിസ്കാരം ഒഴിവാക്കിയവരല്ല. കോളേജിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ദുഹർ നഷ്ടപ്പെടുത്തുന്നവരല്ല, അസ്ർ നഷ്ടപ്പെടുത്തുന്നവരല്ല, സുബ്ഹി നഷ്ടപ്പെടുത്തുന്നവരല്ല, നിസ്കാരം ഒഴിവാക്കുന്നവരല്ല. മുത്തനബി പറയുമായിരുന്നു, അൽഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്, നാമും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ 5 നേരത്തെ നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആരൊക്കെയാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് മനഃപൂർവ്വം, ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത്, ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഫഖദ് കഫറ, അവർ അവിശ്വാസത്തിന്റെ കർമ്മമാണ് ചെയ്തത്, അള്ളാഹുവിനോട് നന്ദികേടാണ് ചെയ്തത്, കുഫറിന്റെ കർമ്മമാണ് ചെയ്തത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. സത്യവിശ്വാസിനികൾ ഉയർന്നു പോയത് അവരുടെ ഇബാദത്ത് കൊണ്ട്, അടിയുറച്ച ഈമാൻ കൊണ്ട്. അല്ലാമാ ദഹബി തങ്ങൾ കിതാബുൽ കബായിറിൽ ഒരു സംഭവം ഉദ്ധരിച്ചു. മദീനയിൽ ഒരു പെണ്ണിനെ മറവ് ചെയ്ത് വജദൽ ഖബറ യശ്തഇലു അലൈഹി നാറാ, ഖബറിന്റെ ഉള്ളിൽ തീജ്വാലകൾ പരക്കുന്നത് ഈ മനുഷ്യൻ കണ്ടുകൊണ്ട് കണ്ടു. ഖബറിന്റെ ഉള്ളിൽ തീയുണ്ട്. തുറന്നപ്പോഴേക്കും തീ അണഞ്ഞു. അതിൻ്റെ ഉള്ള കത്തുകയാണ്. പേടിച്ച് ഖബർ അവിടെ തന്നെ മൂടി വെച്ച് ഉമ്മയുടെ അരികത്തേക്ക് ഓടി വന്നു. മദീനയിൽ താമസിക്കുന്ന ഉമ്മയാണത്. ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മീ, ഉമ്മ, എന്താണ് നമ്മുടെ സഹോദരിയുടെ, നിങ്ങളുടെ മോൾ എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണ് ഉമ്മ? ഉമ്മ പറഞ്ഞു വമാ സുആലുക അൻഹാ, എന്തിനാ ഇപ്പൊ മോളെപ്പറ്റി ചോദിക്കുന്നത്? സഹോദരൻ പറഞ്ഞു, മോൻ പറഞ്ഞു, യാ ഉമ്മീ ഇന്നി റഅയ്തു ഖബ്റഹാ യശ്തഇലു അലൈഹാ നാറാ, ആ പെണ്ണിന്റെ, എന്റെ സഹോദരന്റെ ഖബറിൽ തീയാളി പടരുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ. ഇത് കേട്ടപ്പോ കരഞ്ഞുപോയി ഉമ്മ, പൊട്ടിക്കരഞ്ഞുപോയി. ഖബറിന്റെ ഉള്ളിൽ അദാബുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കാനത് ഉഖ്തുക തതഹാവനു ബിസ്സലാഹ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവമുള്ളവരായിരുന്നു നിന്റെ പെങ്ങള്. നിസ്കാരം മടിയായിരുന്നു. നിസ്കരിക്കാൻ 100 വട്ടം പറയണം അവളോട്. പറഞ്ഞാൽ തന്നെ എങ്ങനെയൊക്കെയോ ഒരു ഒളു, അതെടുത്താൽ തന്നെ എങ്ങനെയൊക്കെയോ ഒരു നിസ്കാരം, അത് പെട്ടെന്ന് തീർത്തോടിയാലല്ലാതെ നിന്റെ പെങ്ങൾക്ക് സമാധാനം വരാറില്ല. തതഹാവനു ബിസ്സലാഹ് വതുഅഖിറുഹാ അൻ വഖ്തിഹാ, നിസ്കാരം സമയമായാൽ അവൾ ചെയ്യാറുമില്ല. ഈ കാരണം കൊണ്ടായിരിക്കണം എന്റെ പെങ്ങൾക്കത് സംഭവിച്ചത് എന്ന് ഈ സഹോദരൻ തിരിച്ചറിയുന്നു. അല്ലാമാ ദഹബി തങ്ങൾ ഈ സംഭവം അതിന്റെ സനദുകളോടുകൂടെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മറ്റും ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഈമാനിന് വേണ്ടി ഫറോവയുടെ കിങ്കരന്മാർ ചെയ്ത ഉപദ്രവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ക്യാ ഫിർ കിസി കോ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, ആഗ് ഹേ എന്ന് തീയുണ്ടല്ലോ, ഔലാദ് ഇബ്രാഹിം ഹേ, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മക്കളുണ്ടവരുടെ ഡിസെൻഡൻസ്, അറബികളായവർ, മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവനും ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാർ എമ്പാടും ലോകത്ത് ബാക്കിയുണ്ടല്ലോ. നമ്രൂദ് ഹേ, ഇസ്ലാമിനോട് ദേഷ്യം പറയുന്ന, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന നമ്രൂദ്മാർ ഇന്നും ലോകത്ത് എത്രയോ ഉണ്ടല്ലോ. ഇസ്ലാമിനോട് അലർജിയുള്ളവർ, മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളവർ എന്നുമുണ്ട്. എന്നിട്ടെന്തേ ഇബ്രാഹിം നബിയെ ആ നമ്രൂദ് ശിക്ഷിച്ച പോലെ, ഈമാനിന്റെ പരീക്ഷണം നടത്തിയതുപോലെ നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ എന്തേ ഒരു നമ്രൂദും ഇന്ന് രംഗത്ത് വരാൻ? നമ്മൾ അത്രക്ക് മോശക്കാരായോ എന്ന് ഇഖ്ബാലിന്റെ ഒരു ചോദ്യമുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറയട്ടെ. അച്ചാനി അല്ലൈലത ആതിയാനി, എന്റെ അരികത്തേക്ക് 2 ആളുകൾ ഇന്ന് രാത്രി വന്നു. വഇന്നഹുമാ ഇബ്തഅസാനി, അവർ 2 പേരും എന്റെ കൈപിടിച്ച് എന്നെ കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിന് മിഅ്റാജ് വേറെയും നടന്നിട്ടുണ്ട്.
ആ മനുഷ്യൻ കിടക്കുന്നു. അയാളുടെ തലയിലേക്ക് കല്ല് അയാൾ എറിയുന്നുണ്ട്. കല്ല് വീഴുമ്പോഴേക്കും തല ചതഞ്ഞ് ഇല്ലാതെയായി ആ കല്ല് റോൾ ചെയ്ത് ഉരുണ്ട് താഴെ പോകുമ്പോ ഈ കല്ല് തലയിലേക്കിട്ട മനുഷ്യൻ താഴെ ചെന്ന് ആ കല്ല് പെറുക്കിക്കൊണ്ടുവരാണ്. രണ്ടാമതും ഉരുട്ടിക്കൊണ്ടുവന്ന് ഇയാളുടെ തലപ്പോഴേക്കും പഴയ രൂപത്തിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. ഇയാളുടെ തലയിലേക്ക് ആ കല്ല് വീണ്ടും എറിയുന്നു, വീണ്ടും ഇടുന്നു, വീണ്ടും പൊട്ടിത്തകരുന്നുണ്ട്. അയാളുടെ തലച്ചോറ് പൊട്ടിത്തകരുന്നുണ്ട്. ആ കല്ല് ഉരുണ്ടുപോയി, വീണ്ടും അയാൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ നിരന്തരം ഒരു കാഴ്ചമുത്ത് നബിയെ കാണിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ ഹാദാ, എന്താണ് ഞാൻ ഈ കാണുന്നത്, എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത്? ഫഖാലൽ മലകാൻ, രണ്ട് മാലാഖമാരും മുത്ത് നബിക്ക് മറുപടി കൊടുത്തു, നബിയേ, ഹാദർ റജുൽ, ഈ മനുഷ്യൻ യഖുദുൽ ഖുർആന ഫയർഫുദു, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലായതിന്റെ ശേഷം അത് ചെയ്യാതിരുന്ന ആളാണ്. വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളാണ്. വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, സുബ്ഹി നിസ്കാരം അയാൾക്ക് കിട്ടാറില്ല. സൂര്യൻ ഉദിച്ചാലല്ലാതെ അയാൾ ഉണരാറില്ല. പ്രഭാത നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ അലംഭാവത്തോടെ കണ്ട് നിസ്കാരം ഒരു തലക്ക് ഭാരമായിരുന്ന ആളുടെ തലയാണ് നബിയേ അല്ലാഹുവിന്റെ മലക്കുകൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിക്കാൻ പറഞ്ഞപ്പോൾ സാധിക്കാതെ പോയവർ, എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചത്. ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചത് നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കദാലികൽ അദാബ്, ഇങ്ങനെയാണ് ശിക്ഷ. വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ, പരലോകത്തിലേക്ക് എത്തിയാൽ ശിക്ഷ വേറെയുമുണ്ട്. നബിയേ, ഇത് ഖബറിന്റെ അകത്ത് നടക്കുന്ന അദാബിന്റെ ചിത്രമാണ്. നിസ്കരിക്കാൻ മടിയുണ്ടായിരുന്ന ആണും പെണ്ണും ഖബറിൽ പോയി കിടന്നാൽ അവിടെ അനുഭവിക്കുന്ന ശിക്ഷയുടെ രൂപമാണ്, ഒരു മിനിയേച്ചറാണ് നബിയെ ഈ മലക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഖബറിന്റെ ഉള്ളിലെ ശിക്ഷയാണത്. നിസ്കരിക്കാത്തവന്റെ തല ഇടിച്ചു പൊളിക്കപ്പെടുന്നത്. വലഅദാബുൽ ആഖിറതി അക്ബർ, ആഖിറത്തിന്റെ ശിക്ഷ വളരെ കൂടുതൽ. ലൗ കാനൂ യഅലമൂൻ, അവർക്കിതൊന്നും അറിയുന്നില്ലേ? അവരെന്താ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരുക്കമല്ലേ? ഈ ലോകം സംവിധാനിച്ചു തന്ന അല്ലാഹു, നടക്കാൻ കൈകാലുകൾ തന്നവൻ, കാണാൻ കണ്ണ് തന്നവൻ, കേൾക്കാൻ കാത് സംവിധാനിച്ചവൻ, ചിന്തിക്കാൻ ബ്രെയിനും തലച്ചോറും തന്നവൻ, ആ അല്ലാഹുവിന് ഒരു ദിവസം 20 മിനിറ്റെങ്കിലും കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലല്ലോ. رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ജീവൻ അങ്ങ് പോയാലും ശരി, ഞങ്ങൾക്ക് ഈ ലോകത്തെ സർവ്വസുഖവും എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണണം, അള്ളാഹുവിന്റെ അരികത്ത് പോകണം എന്ന് കൊതിച്ച് റബ്ബിന് വേണ്ടി ജീവൻ കൊടുത്ത മാഷിത്ത ബീവിയെ നമ്മൾ മറക്കരുത്. സഫിയ ബീവിയെ മറക്കരുത്. സുമയ്യ ബീവിയെ മറന്നുകൂടാ. ആസിയ ബീവിയെ മറന്നുകൂടല്ലോ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ. എന്തൊക്കെയാണ് ഈ ത്യാഗങ്ങളൊക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. ഉമ്മമാരെ, സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ലാത്തവയല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ
ഇല്ലാ വുസ്അഹാ. നമുക്ക് സാധ്യമല്ലാത്തത് അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ധൈര്യം എന്തുകൊണ്ട് വരുന്നില്ല? അള്ളാഹുവിനോട് ചോദിക്കണം. അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ. കാന അക്സറ ദുആഇ, രാത്രി നേരത്ത് വുദൂ ചെയ്ത് മുത്തുനബി തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ നബി തങ്ങൾ സുജൂദിൽ വന്നാൽ ദുആ ചെയ്യുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോഴും കേട്ടിരുന്ന ദുആയുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരേണമേ. അല്ലാഹുവിനോട് നമുക്കും ദുആ ചെയ്യാം. അല്ലാഹുവേ, സത്യം എന്താണെന്ന് അറിഞ്ഞതിന്റെ ശേഷം, എവിടെയാണ് ഹഖ് എന്ന് മനസ്സിലായതിന്റെ ശേഷം, എന്താണ് നല്ലത് എന്നറിഞ്ഞതിന്റെ ശേഷം, എന്താണ് ചീത്ത എന്ന് മനസ്സിലായതിന്റെ ശേഷം, നന്മയുടെ പക്ഷത്തും മരണം വരെ നിൽക്കാൻ അല്ലാഹുവിനോട് സഹായം തേടണം. അല്ലാഹുവിനോട് ചോദിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ്, എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഒന്നുകൂടെ. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك يا مقلب القلوب ثبت قلبي على دينك. മുത്തുനബിയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. അല്ലാഹുവേ, എന്റെ ഹൃദയം നീ പിടിച്ചു നിർത്തി തരണമേ. അല്ലാഹു നമ്മുടെ ഖൽബിന് ഉറപ്പ് തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم سيدنا محمد جزاكم الله خير. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله. ചമപ്പിച്ചതുകൊണ്ട്, ശരീരം അലങ്കരിച്ചതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഅന റസൂലുള്ളാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല. ആരൊക്കെയാണത്? അന്നാമിസ വൽ മുതനമ്മിസ. സഹോദരിമാര്, പെങ്ങന്മാർ ശരിക്ക് കേൾക്കണം. ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങാത്ത പെണ്ണുങ്ങളുണ്ടോ? നമ്മുടെ നാടുകളിൽ, നഗരങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർ ബാർബർ ഷോപ്പിൽ പോകുന്ന പോലെ ബ്യൂട്ടി പാർലറുകൾ നമ്മുടെ സഹോദരിമാർ നിത്യ സന്ദർശനം നടത്തുന്ന ഇടങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് ഈ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നത്. സഹോദരിമാരെ, നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു കൗതുകം തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. സ്വഹീഹായ ഹദീസാണ്. ലഅനല്ലാഹു വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ലഅനന്നാമിസ വൽ മുതനമ്മിസ. നാമിസത്ത് എന്ന് പറഞ്ഞാൽ പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹു നൽകുന്ന അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നവർ മുഖരമാണത്. എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇതൊക്കെ കാണാറുള്ളത്. മുത്തുനബിക്ക് അത് ഇഷ്ടമല്ല. മുത്തുനബിക്കും അല്ലാഹുവിനും ഇഷ്ടമല്ലെങ്കിൽ മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആണായ ഒരു മുഅ്മിനോ മുഅ്മിനത്തായ ഒരു സഹോദരിക്കോ അല്ലാഹുവിന്റെ നിയമം മറികടക്കുക സാധ്യമല്ല. നമുക്ക് പിന്നെ മറുത്തൊരു അഭിപ്രായം പറഞ്ഞുകൂടാ.
ഇത് പ്രഭാഷണം ചെയ്യുന്ന ഉസ്താദിന്റെ അഭിപ്രായമല്ല, ഒരു വഅദ് പറയുന്ന ആളിന്റെ അഭിപ്രായമല്ല, മുത്തുനബിയുടെ ഹദീസാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ലഅന റസൂലുള്ളാഹ്, മുത്തുനബി ശപിച്ചിട്ടുണ്ട്. അന്നാമിസ്വാ വൽ മുതനമ്മിസ്വാ, പ്ലക്ക് ചെയ്യുന്ന പെണ്ണിനെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നമ്മുടെ പെണ്ണുങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോയിട്ടുണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നബി തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, അൽ മുതശബ്ബിഹാതു മിനർ ബിർറിജാലി, പുരുഷന്മാരെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണും പെണ്ണിനെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന ആണും ശപിക്കപ്പെട്ടവരാണെന്ന്. ചെറുപ്പക്കാരെ, കാതുകളിൽ പിയേഴ്സിംഗ് ചെയ്യുന്നവരുണ്ട്, കാതുകുത്തുന്നവരുണ്ട്. കൈകളിൽ വള കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ കാണാൻ കഴിയും. കഴുത്തുകളിൽ ചെയിൻ കൊണ്ട് നടക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരുടെ കൈകളിൽ ചരടോട് ചരട്, എവിടെ നിന്നൊക്കെയോ കിട്ടിയ വളകൾ, ഏതൊക്കെയോ ആഭരണങ്ങൾ, കൈകളിൽ റിങ്ങുകൾ, ഏതോ മതവിശ്വാസികൾ ചെയ്യുന്നത്. ഒരു കാതിന് ഒരു കുത്ത്, കാതിൽ ഇയറിങ് വെക്കുന്ന ചെറുപ്പക്കാർ. ആഭരണമണിയുന്നത് പെണ്ണുങ്ങളുടെ ശീലമാണ്. ആഭരണമണിയുന്നത് പെണ്ണിന്റെ സ്വഭാവമാണ്. പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണിനെ പോലെ മുടിവെക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്താൽ, നമ്മുടെ നഗരം വിട്ട് മറ്റൊരു നഗരത്തിലേക്കൊന്ന് ഫ്ലൈ ചെയ്താൽ, എയർപോർട്ടുകളിൽ, നഗരങ്ങളിൽ, അവിടുത്തെ കഫകളിൽ എത്രയോ പുരുഷന്മാർ പെണ്ണുങ്ങളെ പോലെ ആവാൻ അതുപോലെ വേഷം കെട്ടി നടക്കുന്നത് നമ്മുടെ നാടുകളിൽ സമീപ ഭാവിയിൽ വരില്ലെന്ന് ആര് കണ്ടു? വൽ മുതശബ്ബിഹാതു മിനൽ ബിർറിജാൽ, പുരുഷന്മാരെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളും വേണ്ട, പുരുഷന്മാരുടെ കോലം അവരും കെട്ടണ്ട. ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കാനാണ്. ആണിന്റേത് പെണ്ണിനും കഴിയില്ല, പെണ്ണിന്റേത് ആണിനും കഴിയില്ല. രണ്ടുപേർക്കും നീതിയുക്തമായി അല്ലാഹു ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ആണ് പെണ്ണിന്റെ കോലം കെട്ടരുത്, പെണ്ണ് ആണിന്റെ കോലവും കെട്ടരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ അല്ലാഹുവിന്റെ നിയമമാണ്. ഇതിനെ മറികടന്ന് മറുത്തൊരു വാക്ക് പറയാൻ സത്യവിശ്വാസിക്ക് പാടില്ലെന്നാണ് സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്ത് പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നബിതങ്ങളുടെയും അള്ളാഹുവിന്റെയും നിയമമാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായമല്ല ഈ പറയുന്നത്, അള്ളാഹുവിന്റെ നിയമമാണത്. ലഅനല്ലാഹുൽ വാശിമത വൽ മുസ്തൗശിമ, ടാറ്റു വെക്കുന്നവർ. ചെറുപ്പക്കാർക്കറിയാം, നമ്മുടെ ഫുട്ബോൾ കളിക്കാർ ടാറ്റു വെക്കുന്നവരാണ്. സിനിമാ നടന്മാരുടെ കൈകളിൽ, ഷോൾഡറുകളിൽ, പുറത്ത്, കാലിൽ ടാറ്റു കാണും. പച്ചകുത്തുന്ന ഏർപ്പാട് ജാഹിലിയ കാലത്തുണ്ടത്. ലഅനല്ലാഹുൽ വാശിമത വൽ മുസ്തൗശിമ, പെണ്ണുങ്ങളിലും ആണുങ്ങളിലും പച്ചകുത്തുന്നവർ, ടാറ്റു കുത്തുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജാഹിലിയത്തിലുള്ള സംഗതിയാണ് മുഅ്മിനെ. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ട് ആധുനിക ജാഹിലിയത്താണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഈ നടക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ മുമ്പ് പ്രീ ഇസ്ലാമിക് പീരീഡിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇത് പറയുന്നത്. അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്, വിഗ് വെക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന്, ടാറ്റു ചെയ്യുന്നവരുണ്ട്. ലഅനല്ലാഹുൽ വാശിമത വൽ മുസ്തൗശിമ, ടാറ്റു ചെയ്യാൻ നിന്നു കൊടുക്കുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്നവനും ചെയ്തു കൊടുക്കുന്ന ആണും ചെയ്യാൻ ആവശ്യപ്പെടുന്നവനും ഒരുപോലെ ശപിക്കപ്പെട്ടവരാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭംഗിയാണ് നമ്മൾ ആലോചിക്കുന്നത്. മുഅ്മിനത്തുകളും മുഅ്മിനാത്തുകളും ചിന്തിച്ചത് ആത്മീയമായ ഭംഗിയായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കോലം കെട്ടണം. അവർക്കതല്ല വേണ്ടത്. മുത്തുനബിയുടെ മുമ്പിൽ വന്നു ഒരു ഉമ്മ വന്നു, നബിയേ, എന്റെ മോൾക്ക് കല്യാണ പ്രായമായിട്ടുണ്ട്, നബിയേ, എന്റെ മോൾക്ക് കല്യാണം വന്നിട്ടുണ്ട്. അവളുടെ പുതിയാപ്പിള അവളെ കാണാൻ വരുന്നുണ്ട്. മുത്തുനബിയെ, അവൾക്കൊരസുഖം ബാധിച്ച് തലയിലെ തലമുടിയെല്ലാം പറ്റേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നബിയെ. അഫ അസ്ലു ശഅറഹാ, ഞാൻ അവളുടെ മുടിയിൽ ചേർത്ത് വെച്ച് വാടകക്ക് മുടി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി വെച്ച് അവളുടെ തലയിൽ ഒന്ന് ഏച്ചു വെച്ചു കൊടുത്തോട്ടെ നബിയെ, മുടി ഒറിജിനൽ അല്ല, അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില, അങ്ങനെ വാടകക്ക് മുടി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി
തലമുടിയോട് ചേർത്ത് വെച്ച് ഇല്ലാത്തത് പെരിപ്പിച്ചു കാണിക്കുന്ന ആ ഏർപ്പാടും അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് പുതിയ പെണ്ണായി ഇറങ്ങാൻ പോകുന്ന പുതുമാരി പെണ്ണിന് ചെയ്തു കൊടുത്തേട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉമ്മയോട് മുത്തനബി പറഞ്ഞത് നിങ്ങളിത് ചെയ്യണ്ട എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിലേക്ക് കയറി വരുന്നു. ഖുത്ബയോദാൻ വന്നപ്പോ ഖമീസിന്റെ കീശയുടെ ഉള്ളിൽ ഒരു മുടിക്കെട്ടുണ്ട്. ആ മുടിക്കെട്ട് പുറത്തെടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ജൂതന്മാരല്ലാതെ മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല സ്വഹാബികളായ ഞങ്ങൾ. മുടിക്കെട്ട് അൽ ബാറൂഖ എന്നറിയപ്പെടുന്നത്, മുടി ഫിക്സ് ചെയ്യാൻ വേണ്ടി മുടിക്കെട്ടുകൾ കൊണ്ടുവന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്നപ്പോ അത് കീശയിൽ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ മുടി ഫിക്സ് ചെയ്യുന്നത് ജൂതന്മാരല്ലാതെ മറ്റാരും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ദുന്യാവിൽ ഒരൽപ്പം ഗ്ലാമർ കുറഞ്ഞു പോയാലും ഒരൽപ്പം സൗന്ദര്യം കുറഞ്ഞു പോയാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കോലം നമ്മൾ കിട്ടുന്നില്ല. കഴിഞ്ഞു പോയതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്. നമ്മുടെ ഉമ്മത്തികളിൽ ആരെല്ലാം എന്തെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ട്, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട്, കേൾക്കാൻ കഴിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത് അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് സൗന്ദര്യം സൂക്ഷിക്കാൻ പറഞ്ഞത് ഈമാനികമായ സൗന്ദര്യമാണ് ഏറ്റവും ആദ്യത്തേത്. വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞു, തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഉത്തമം. യാത്ര പോകുമ്പോ ഭക്ഷണം കയ്യിൽ കരുതണമെന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈർ തഖ്വ തന്നെ എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ആന്തരികമായ ആധ്യാത്മികമായ ആത്മീയമായ സൗന്ദര്യം പുണരാനാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് നമുക്കൊക്കെ അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. وعد الله المؤمنين والمؤمنات. സഹോദരന്മാരെ എന്നോട് നിങ്ങൾ ഇതിൽ വെറുപ്പ് വിചാരിക്കണ്ട. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. മുത്തുനബിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് പഠിപ്പിച്ചു തരേണ്ടത്, പറഞ്ഞു തരേണ്ടത് പണ്ഡിതന്മാരുടെ, ഉപദേശിച്ചു കൊടുക്കുന്നവരുടെ, വാദ പറയുന്നവരുടെ, ദാഇമാരുടെ, മുഅല്ലിമീങ്ങളുടെ, ഉസ്താദുമാരുടെ, രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ ഇംതിസാലു അവാമിരി വജ്തിനാബു നവാഹി. അവൻ നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യാനും, എന്ത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ വേണ്ടെന്ന് വെക്കാനും അങ്ങനെയുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് തരട്ടെ. അവൻ ഇഷ്ടമുള്ളത് നമ്മുടെ ഖൽബിന് അള്ളാഹു ഇഷ്ടമുള്ളതാക്കി തരട്ടെ. അവന് വെറുപ്പുള്ളത് നമ്മുടെ ഖൽബിന് അള്ളാഹു വെറുപ്പുള്ളതാക്കി തരട്ടെ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അങ്ങനെ ജീവിച്ചാൽ എന്ത് കിട്ടുമെന്നാണെന്നോ, സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു കരാർ നൽകിയിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. അല്ലാഹു തആല പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ അവർക്ക് വീടും അവർക്കിരിക്കാനുള്ള ഇടവും ശാശ്വതമായ ജീവിതവും അതിനപ്പുറം വരിളുവാനും മിനല്ലാഹി അക്ബർ. ഏറ്റവും വലിയ പ്രതിഫലമായി അള്ളാഹുവിന്റെ തൃപ്തിയും നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ. അതല്ലയോ ഏറ്റവും നല്ല വിജയം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന ആ ഒരു ലോകം. അങ്ങോട്ട് പോവണമെങ്കിൽ സഹോദര ഒരൽപ്പം അധ്വാനിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത 2-3 മഹദിമാരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. നമുക്ക് ചെയ്യാനുള്ളത് അത്രയൊന്നുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കണമെന്നല്ലേ ഉള്ളൂ. നമ്മുടെ കാതുകളെ സൂക്ഷിച്ച്, നമ്മുടെ ചെവികളെ സൂക്ഷിച്ച്, കണ്ണിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. സഹോദരിമാർ മ്യൂസിക്കിന് അഡിക്റ്റുകളായി പോയവരുണ്ട്. ചെറുപ്പക്കാർ എപ്പോഴും മ്യൂസിക് മാത്രം കേൾക്കുന്നവരുണ്ട്. പാട്ട് മാത്രം, അതില്ലാതെ ഉറക്കമില്ല, അതില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് അങ്ങനെ ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുകയല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത മ്യൂസിക്കിന്റെ അഡിക്റ്റുകളില്ലേ? ഒന്ന് കേൾക്കണേ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, പിശാചിന്റെ വാദ്യോപകരണങ്ങൾ എന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളാണ്. അത് കേൾക്കാതിരുന്നവരെവിടെ എന്ന് അള്ളാഹു വിളിച്ചു. മലക്കുകളോട് പറയും, അസ്മിഊഹും തംജീദി വതഹ്മീദി. കാതുകൾ കേട്ടതിൽ ഏറ്റവും മധുരമുള്ളത്,
കാതുകൾ ആനന്ദിച്ചതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായത് അള്ളാഹുവിന്റെ തസ്ബീഹും അള്ളാഹുവിന്റെ ഹംദും, എന്റെ ഹംദും തസ്ബീഹും ആ കാതുകളെ കേൾപ്പിക്കുവിൻ. അവരാണല്ലോ എനിക്ക് വേണ്ടി കാതുകളെ സൂക്ഷിച്ചവർ, അവരാണല്ലോ എനിക്ക് വേണ്ടി ചെവിയെ സൂക്ഷിച്ചത്. അതുകൊണ്ട് ഏറ്റവും മധുരമുള്ളത്, ഏറ്റവും മനോഹരമായത്, കർണാനന്ദകരമായത്, ഏറ്റവും നല്ല ശബ്ദം എന്റെ ഹംദും എന്റെ തസ്ബീഹും അല്ലാഹു തആല, അല്ലാഹു തആല റബ്ബ് തന്നെ അവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുന്ന തസ്ബീഹ്, അത് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുവിനെന്ന് അള്ളാഹുവിന്റെ മാലാഖമാരോട് അള്ളാഹു ഉത്തരവ് കൊടുക്കുന്നു. ആർക്കാണ് ഈ ഭാഗ്യം എന്നറിയുമോ? കാത് സൂക്ഷിച്ചവർക്ക്. ദഫ്മുട്ടല്ലാതെ മറ്റു കാര്യമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ പ്രേമപ്പാട്ടുകൾ പാടിയതിനെ സംബന്ധിച്ചാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്നത്തെ ചില കാവ്യങ്ങളുണ്ട് പെണ്ണുങ്ങളെ വർണ്ണിക്കുന്നത്, സ്ത്രീകളുടെ ശാരീരികമായ സൗന്ദര്യം വർണ്ണിക്കുന്നത്. ആ പാട്ടുകൾ കേട്ടപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി റുഖിയത്തുസ് സിനാ, ഇത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന്. കാര്യം എവിടെ എത്തി? കാര്യമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊന്നുമില്ല, പക്ഷെ പാടുന്ന പാട്ടിന്റെ ആശയം ഒരു പെണ്ണിന്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകളാണ്, വാക്കുകളാണ്. വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന് പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉലമാ ആ വാക്ക് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് എങ്ങാനും 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ മഹാനായ ആ സ്വഹാബി റളിയല്ലാഹു അൻഹു നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഗാനമേളകളും വിരുന്നുകളുമൊക്കെ കണ്ടിരുന്നുവെങ്കിൽ എന്താവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുക. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ അവര് പറഞ്ഞു റുഖിയത്തുസ് സിനാ. ഇത്തരം പാട്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോ, സിനിമയിലെ ചില രംഗങ്ങൾ, പാട്ട് സീനുകൾ, അല്ലാത്തത് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ വരുന്ന ആഗ്രഹം എന്താണ്? ഒരു അന്യ പെണ്ണിനെ, ഒരു അന്യ ആണിനോടൊരു പെണ്ണിനും, ഒരു അന്യ പെണ്ണിനോടൊരു ആണിനും മനസ്സിന്റെ ഉള്ളിൽ അഭിനിവേശമുണ്ടാക്കാൻ, പ്രേമമുണ്ടാക്കാൻ, പൈശാചികമായ ചിന്തകൾ ഉണ്ടാവാൻ. ഇതിനല്ലാതെ മറ്റെന്തിനാണ് ഇതൊക്കെ സഹായിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ വടിവെക്കുന്നത്? ഈ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സൂക്ഷിക്കാൻ വേണ്ടി. ഷഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നല്ലാഹു ജല്ല സനാഉഹു യഖൂലു ലിമലായികതി, അല്ലാഹു അവന്റെ മലക്കുകളോട് പറയും, ഇന്ന ഇബാദി കാനൂ യുഹിബ്ബൂന സൗതൽ ഹസന ഫിദ്ദുനിയാ, എന്റെ അടിമകൾ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നല്ല ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഫയദഊനഹു മിൻ അജലി, എന്നെ ഓർത്തവരത് ചെയ്യാതിരുന്നതാണ്. മ്യൂസിക് സ്വാഭാവികമായ ഒരു മനുഷ്യന് നാച്ചുറൽ ഇൻക്ലിനേഷൻ, നാച്ചുറലി നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോകും. മ്യൂസിക്കിന് അങ്ങനെ ഒരു റിതമുണ്ട്, ഒരു താളമുണ്ട്. ആരൊക്കെ ചെറിയ മക്കളെ കണ്ടിട്ടില്ലേ, പാട്ട് വെച്ചു കൊടുത്താൽ താനേ നൃത്തം ചെയ്യുന്നു. ആരാവരെ പഠിപ്പിച്ചത്? താനേ നൃത്തം ചെയ്യും. കാണാൻ കേൾക്കാൻ കൊതിയുള്ള ശബ്ദം, അത്തരം ശബ്ദം കേൾക്കണമെന്ന് എന്റെ അടിമകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫയദഊനഹു മിൻ അജലി, അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ചവരാണ്. ഫസ്മിഉ ഇബാദി, എന്റെ അടിമകൾക്ക് ഇന്നിവിടെ കേൾപ്പിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹു തആല പറയുകയും, ഫയഖുദൂന ബിഅസ്വാതിൻ മിൻ തസ്ബീഹിൻ വതക്ബീരിൻ ലം യസ്മഊ ബിമിസ്ലിഹി ഖത്ത്, ഒരിക്കലും കേട്ടിട്ടില്ലാത്തത്, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്, അത്രയും മനോഹരമായി അല്ലാഹുവിന്റെ തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും തക്ബീറിന്റെയും ശബ്ദം മലാഖമാരുടെ അകമ്പടിയോടുകൂടെ അല്ലാഹു ജല്ല ജലാലു ഇവർക്ക് കേൾപ്പിക്കുമെന്ന് മഹാനായ ഷഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ കാതുകളെ നിനക്ക് ഇഷ്ടമില്ലാത്തവയിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണമേ. മുഅ്മിനത്തുകൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഖാബിളാതു അലൽ ജംറ, തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാട് മുഴുവനും അതുണ്ട്. നമ്മുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോണുകളിൽ മ്യൂസിക് ഉണ്ട്, നമ്മൾ അലാം വെക്കുന്ന ഡിവൈസുകളിൽ മ്യൂസിക് ഉണ്ട്, എല്ലാറ്റിലും തൊടുന്നതിൽ മുഴുവനും മ്യൂസിക് ഉണ്ട്. അതിന്റെ ഇടയിലാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്, അതിന്റെ ഇടയിലാണ് ഈ ഹദീസുകൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത്.
ഇതിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ഒരു ധൈര്യം തന്നാൽ ഇതൊക്കെ എളുപ്പമാണ്. ഈമാനികമായ ധൈര്യം